2027 വരെ അണ്ടർ വാറണ്ടി ലഭിക്കുന്ന വാഹനമാണ്. 55,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോളാണ്. വലിയ മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. 11-15 അകത്തായിട്ട് ഏകദേശം മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. മാനുവലാണ്. വേറെ പണികളൊന്നും ഉണ്ടാവില്ല. ചെറിയ ബഡ്ജറ്റിൽ, അതായത് ഒരു ലക്ഷത്തിൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് ഒരു കാറ് എന്ന് വെച്ചാൽ വെറും വൃത്തിയില്ലാത്തൊരു വണ്ടിയല്ല, അത്യാവശ്യം നല്ല വൃത്തിയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു കാറാണ്. നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും വണ്ടി എടുക്കണമെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്തിട്ട് അവർ ഇവിടുന്ന് വണ്ടി എടുത്ത് ഡെലിവറി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 2,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വീഴും. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഓണം സ്പെഷ്യൽ കിഡിലൻ ഓഫർ വീഡിയോ ആയിട്ട് നമ്മൾ മേരാകാസിൽ വന്നിരിക്കുകയാണ്. മേരാകാസിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ വെസ്റ്റയിൽ അത്താണിക്കലാണ്. അപ്പോൾ മേരാകാസിൻ്റെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഷോറൂം പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഇനോഗ്രേഷനോ കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഇവിടെ കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതുവരെ ഇനോഗ്രേഷനോ കാര്യങ്ങളായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മൾ നിങ്ങളെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു സ്കീമിലാണ് എല്ലാ വാഹനങ്ങളും നമ്മുടെ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സ്പെഷ്യൽ ഓണം ഓഫേഴ്സും നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലൊക്കെ നമുക്ക് ചോദിച്ചറിയാം. വേറെ 1 രൂപയുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് കാർ ഇറക്കി കൊണ്ടുപോകാൻ സാധിക്കും. അത്രയും ലോൺ സൗകര്യം ലഭിക്കുന്ന കാറുകളും ഇവിടെ ലഭ്യമാണ്. പിന്നെ വേറൊരു നിങ്ങൾക്ക് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാറ് വിൽക്കാനുണ്ടെങ്കിൽ, എത്രയും പെട്ടെന്ന് വിൽക്കാനുണ്ടെങ്കിൽ ഇവിടെ പാർക്ക് ആൻഡ് സെയിലിനുള്ള ഫെസിലിറ്റി ഉണ്ട്. കോഴിക്കോട് വെസ്റ്റയിൽ അത്താണിക്കൽ ഹൈവേ സൈഡിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. ഏകദേശം ഇവിടെ സ്ഥലത്തിനൊക്കെ ഒരു മാർക്കറ്റ് തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം. അപ്പോൾ അത്രയൊരു ഏരിയ ഇവർ നിങ്ങൾക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി പാർക്ക് ആൻഡ് സെയിൽ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ഒരു 10-15 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കസ്റ്റമേഴ്സ്, പല വിധത്തിലുള്ള കസ്റ്റമേഴ്സാണ് വരുന്നത്. നമ്മളിപ്പോൾ നമ്മളെ വണ്ടി വിൽക്കുമ്പോൾ ഒരു ബ്രോക്കർ എടുത്ത് പോയി, അല്ലെങ്കിൽ വേറൊരാളെടുത്ത് പോയി, അങ്ങനെ ഓരോരുത്തർ നമ്മളെ വണ്ടി അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഇവിടെ പലതരത്തിലുള്ള കസ്റ്റമേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വാഹനങ്ങൾ വിൽക്കാൻ സാധിക്കുന്നുണ്ട്. അതും വാങ്ങുന്നവർക്കും ബെനിഫിറ്റാണ്, വിൽക്കുന്നവർക്കും ബെനിഫിറ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഇടനിലക്കാരില്ല. അതുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിന് മാക്സിമം വില കിട്ടും. ഇവർ ആകെ ഈടാക്കുന്നത് 1.5% സർവീസ് ചാർജ് മാത്രമാണ്. അപ്പോൾ ആ സ്കീം മറന്നുകൊണ്ട. വെസ്റ്റയിൽ അത്താണിക്കലാണ് ലൊക്കേഷൻ വരുന്നത്, കോഴിക്കോട് ജില്ലയിൽ. ബാക്കി ഡീറ്റെയിൽ ചോദിച്ചറിയാൻ നമുക്ക് അർജുനെ സ്വാഗതം ചെയ്യാം. ഹായ്, സുഖല്ലേ? ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ റെസ്പോൺസ് ഒക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ ലാസ്റ്റ് കൊടുവള്ളി ഷോറൂമിൽ വെച്ചിട്ട്, മേരാകാസിനെ കോഴിക്കോട് കൊടുവള്ളി ഷോറൂമിൽ വെച്ചിട്ട് ഒരു അടിപൊളി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം കൊണ്ട് തന്നെ 14 ബുക്കിംഗ് ഏകദേശം കയറി പോയിട്ടുണ്ട് അല്ലേ? നമ്മുടെ കഴിഞ്ഞ വീഡിയോന് നല്ല റെസ്പോൺസ് ആയിരുന്നു. നമ്മൾ യൂസ് ചെയ്ത വീഡിയോ. അതെ, അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു. അതും പോയില്ലേ? രണ്ടാമത്തെ ദിവസം പോയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സ്കീമിൽ വണ്ടികൾ എല്ലാ സെഗ്മെന്റും ഉണ്ട്. ഏത് സെഗ്മെന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് വണ്ടികൾ എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ. ഓണം സ്പെഷ്യൽ ഓഫേഴ്സ് എന്തൊക്കെയാണ് നടക്കുന്നത്? ഓണം ഇപ്പം നമുക്ക് ഓണം സ്പെഷ്യൽ ആയിട്ട് വരുന്നത് പിന്നെ ഫ്രിഡ്ജ് ഉണ്ട്, TV ഉണ്ട്, പിന്നെ സ്മാർട്ട് ഫോൺ ഉണ്ട്, പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ട്, ഗിഫ്റ്റുകളുണ്ട്. പിന്നെ എല്ലാ കസ്റ്റമേഴ്സിനും അഷ്യൂർഡ് ഗിഫ്റ്റ് എന്തായാലും ഉണ്ടാവും. എല്ലാ പർച്ചേസും ഓക്കെ. അഷ്യൂർഡ് ഗിഫ്റ്റ് കിട്ടുന്നുണ്ട്. അതിന്റെ പുറമെയാണ് മറ്റ് സമ്മാനങ്ങൾ ഇപ്പോൾ പറഞ്ഞത്. അതിന്റെ സ്കീമും കാര്യങ്ങളിലൊക്കെ വരാം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഡിസ്കൗണ്ട് ആണ്. അതുണ്ടോ? പിന്നെന്താ, അടിപൊളിയായിട്ട്. ഓക്കെ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ മറന്നു വേണ്ട, പാർക്ക് ആൻഡ് സെയിലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ പാർക്ക് ആൻഡ് സെയിലിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ അതിലേക്ക് വിളിക്കാം. പിന്നെ ഇങ്ങോട്ട് നമ്മൾ കാണിക്കുന്ന സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ടോപ്പ് കോർണറിൽ കൊടുത്ത നമ്പറിലേക്ക് വിളിക്കുക. അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും, സ്റ്റോക്കിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ. അതേപോലെ തന്നെ 2 വർഷം വരെ വാറണ്ടിയും കിട്ടുന്നുണ്ട്. പിന്നെ റോഡ് സൈഡ് അസിസ്റ്റ് കിട്ടുന്നുണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ. 2 വർഷം വാറണ്ടി എന്ന് വെച്ചാൽ 2ാമത്തെ വർഷത്തിൽ എല്ലാം കവേർഡാണ്. 2ാമത്തെ വർഷത്തിൽ ഏകദേശം സാധാരണ കമ്പനികൾ കൊടുക്കുക വെച്ചാൽ എഞ്ചിൻ ഗിയർ ബോക്സ് മാത്രമാണ്. നമ്മൾ പക്ഷേ അതല്ല, എഞ്ചിൻ ബോക്സ്, ഗിയർ ബോക്സ് വരുന്നുണ്ട്, എഞ്ചിൻ ഗിയർ ബോക്സ്, പിന്നെ ഇലക്ട്രിക്കൽ വരുന്നുണ്ട്, പിന്നെ AC കംപ്രസർ വരുന്നുണ്ട്, ഡിഫറൻഷ്യലൊക്കെ വരുന്നുണ്ട്. ഡിഫറൻഷ്യൽ കമ്പനീസ് എൻ്റെ ഒരു അറിവിൻ്റെ അകത്ത് വെറും എഞ്ചിനും ഗിയർ ബോക്സ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും അഡീഷണൽ ഫെസിലിറ്റിയും കൂടി നിങ്ങൾക്ക് 2ാം വർഷവും കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വാറണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം അല്ലേ? വീഡിയോയിലോട്ട് പോകാം. ഫോക്സ്വാഗൺ വിർട്ടസ് ആണ്. KL 11 അല്ലേ? കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഒരു എന്താ പറയുക, പുതിയൊരു സെഡാൻ വാഹനം. അതും ഫോക്സ്വാഗൺ അല്ലേ? പറയുള്ളൂ എങ്ങനെയാണ് ചിതേട്ടാ? എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഓണമൊക്കെ അല്ല വരുന്നത്. ഇത് കസ്റ്റമേഴ്സിന് നമുക്കിപ്പം എന്തായാലും ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് ഷോറൂം ക്ലോസ് ആയിരിക്കില്ല. വേണ്ട, 9 to 9 നമ്മളെ ഷോറൂം ഇനി മുതൽ ഓപ്പൺ ആണ്. ഓണം കഴിയുന്നവരെ 9 to 9 ഇവിടെ ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും കൂട്ടിപ്പോകുന്ന പ്രശ്നമില്ല. നേരെ ഇങ്ങോട്ടേക്ക് വന്ന് വാഹനങ്ങൾ നോക്കാനും ഒക്കത്തിനും എല്ലാ സൗകര്യവും ഒരുക്കി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരാനുള്ള ടൈം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്?
2023 സിംഗിൾ ഓണറാ 20 സംതിങ് ഓടിയതേ ഉള്ളൂ. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. 1 ലിറ്റർ 1 ലിറ്റർ ഓട്ടോമാറ്റിക് വാഹനമാണ്. ടോർക്ക് കൺവെർട്ടറാണ് വരിക. ഇതിൻ്റെ മുകളിൽ 1.5 വരും. ഇതിൽ അത്യാവശ്യം മൈലേജ് കിട്ടും. മൈലേജും സ്റ്റെബിലിറ്റി എല്ലാം ഉള്ള പെർഫോമൻസ് എല്ലാം ഉള്ള ഒരു അടിപൊളി സെഡാൻ വണ്ടിയാണ്. സേഫ്റ്റി ഉണ്ട്, ഒന്നും പറയാനില്ല. ഓക്കെ, ടോപ്പിലേക്ക് പോകുമ്പോൾ ചില്ലറ വ്യത്യാസങ്ങളേ ഉള്ളൂ അല്ലേ? വെന്റിലേഷൻ സീറ്റ് കാര്യങ്ങൾ, സൺറൂഫ്, അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു സെഡാൻ വാഹനം. അണ്ടർ വാറണ്ടിയിലായിരിക്കുമല്ലോ. എത്ര വരെ ഉണ്ടാവും? 27 വരെ. ഐ തിങ്ക് 27 വരെ ഉണ്ടാവും. അതായത് ഫോക്സ് വാഗണിൻ്റെ വാറണ്ടി തന്നെ നിലവിൽ ഉണ്ട്. നമ്മുടെ വാറണ്ടി വേണമെന്നില്ല അല്ലേ? ഫോക്സ് വാഗണിൻ്റെ വാറണ്ടി തന്നെയുള്ള വാഹനമാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഇതിൻ്റെ പ്രൈസിങ് എങ്ങനെയാണ്? ഇതിനാകുമ്പോൾ നമുക്ക് 15 ലക്ഷം രൂപ. 15 ലക്ഷം. ഓക്കെ, 15 ലക്ഷം ചോദ്യം അല്ലേ? ഓക്കെ, ലോൺ എത്ര വരും? മാക്സിമം ലോൺ 2023 അല്ല, നമുക്ക് ഏകദേശം നല്ല ട്രാക്ക് കാര്യങ്ങൾ ഫുൾ ലോൺ വരെ ഉള്ളൂ. ഫുൾ ലോൺ വരെ ചെയ്യാൻ പറ്റും അല്ലേ? ഫുൾ ലോണിൻ്റെ ഒരു സ്കീം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അധിക വാഹനങ്ങൾക്ക് മാക്സിമം 0 ഡൗൺ പേയ്മെൻറ്റിൽ കൊടുക്കാനുള്ള സ്കീം കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കാം. ഓക്കെ, ജിജേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പാർക്ക് ആൻഡ് സെയിലിൽ പറഞ്ഞില്ലേ ജിജേട്ടൻ, നമുക്കിപ്പം കുറച്ച് പാർക്ക് ആൻഡ് സെയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മളിപ്പം ഏകദേശം നമ്മളൊരു 75 ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ബാക്കിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുമാത്രമല്ല, ഇതൊരു സർവീസും കൂടിയാണ്. നമുക്കിപ്പം കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി ബെനിഫിറ്റ് ആണ്. എന്ന് വെച്ചാൽ അത്യാവശ്യം സേഫ്റ്റി ആണ് ഇവിടെ. ഓക്കെ, പിന്നെ അതുമാത്രമല്ല, എല്ലാം അഷ്യൂർഡ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ കസ്റ്റമേഴ്സിന് ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട്, പാർക്കിംഗ് സെയിലിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് അത്രയും സേഫ്റ്റിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് വേറെ ഇപ്പം നമുക്ക് ഡീലേഴ്സും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓതറൈസ് അല്ലാത്ത ഡീലേഴ്സിനും കാര്യങ്ങൾ കൊടുക്കുന്നതിനെക്കാട്ടും എൻഷുറാണ്. ധൈര്യമായിട്ട് കൊടുക്കാനും പറ്റും. ഒരു സർവീസ് തന്നെ അല്ല. അത് മാത്രമല്ല, പാർക്ക് ആൻഡ് സെയിൽ വരുന്ന വണ്ടി നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യുന്നുണ്ട്. ഇൻസ്പെക്ഷൻ റിപ്പോർട്ടും ഉണ്ടാവും. ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഉണ്ടാവും. എടുക്കാൻ വരുന്നവർക്കും അതും നോക്കാം അല്ലേ? ഓക്കെ, ഇടനിലക്കാരില്ല. ഇടനിലക്കാരുണ്ടാവില്ല. ഇവരുടെ ചെറിയൊരു 1.5% കമ്മീഷനേ ഉള്ളൂ. വേറെ ഇടനിലക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല. സർവീസ് പോലെ തന്നെ അതുപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് 9 to 9 ഓപ്പൺ ആണ് അല്ലേ? 9 to 9 ഓപ്പൺ. ഓക്കെ, ഇത് 15 ലക്ഷം 2023 അണ്ടർ വാറണ്ടി, കമ്പനി വാറണ്ടി ഉള്ള വാഹനമാണ്. ചോദ്യമാണ് 15 ലക്ഷം. അടുത്ത വണ്ടിയിലേക്ക് അടുത്തൊരു കിഡിലൻ EV വന്നിരിക്കുകയാണ്. ഇലക്ട്രിക് വെഹിക്കിളാണ്. ടാറ്റയുടെ നെക്സോൺ. എങ്ങനെയാണ് കാര്യങ്ങളിത്? 2023 മോഡൽ KL 15 വണ്ടിയാണ്. 23 മോഡൽ. പിന്നെ 23 പറയുമ്പോൾ അണ്ടർ വാറണ്ടി തന്നെയാണ്. കമ്പനി വാറണ്ടിയിലേക്കാണ്. ഓക്കെ, 36 സംതിങ് ഓടിയതേ ഉള്ളൂ. ഓക്കെ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല ബ്ലാക്ക്, എവിടെ കണ്ടാലും അട്രാക്റ്റീവ് കളറാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു വൺ ടൈം ചാർജ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 250-260 ആ റേഞ്ചിൽ ഏകദേശം ചാർജ് കിട്ടും അല്ലേ? അതെ. അപ്പോൾ ഡാർക്ക് എഡിഷൻ വാഹനമാണ്. 2023 EV ആണ് നെക്സോൺ. ഓക്കെ, ഏറ്റവും ടോപ്പൻ്റെ ഓക്കെ, ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. എത്രയാണ് ഇപ്പോൾ? പിന്നെ നമുക്ക് 13 ലക്ഷം രൂപ. 13 ലക്ഷത്തിന് 2023 EV XZ+ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. നെക്സോൺ സേഫ്റ്റി ഉള്ള വാഹനമാണ്, ഒന്നും പറയാനില്ല. അതെ. ഓക്കെ, അത്രേ ഉള്ളൂ. ലോണ് അത് മാത്രമല്ല, നമുക്ക് പിന്നെ ജിതേട്ടൻ ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമുക്ക് പാർക്ക് ആൻഡ് സെയിലിൻ്റെ ഒരു ഓപ്ഷൻ പറഞ്ഞല്ലോ. പിന്നെ നമുക്കിപ്പം കാലിക്കറ്റ് അടുത്താണെങ്കിൽ നമുക്ക് വീട്ടിൽ പോയി പിന്നെ എടുക്കാനുള്ള ഓപ്ഷനും കൂടിയാണ്. എക്സിക്യൂട്ടീവ് പോയിട്ട് ഓക്കെ, പാർക്ക് ആൻഡ് സെയിൽ കോൺടാക്ട് ചെയ്താൽ മതി. കൊടുക്കാണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ നമ്പർ പറഞ്ഞിരുന്നു താഴെ കൊടുക്കേണ്ടത്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ. പിന്നെ ഓണത്തിൻ്റെ ഒരു ഇതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു ക്രൈറ്റീരിയയും കൂടി വരുന്നുണ്ട്. നമുക്കിപ്പം ഏതെങ്കിലും റെഫറൽ കേസ്, ജിതേട്ടൻ എനിക്കൊരു റെഫറൽ കേസ് ആണ്. എൻ്റെ ഇതിൻ്റെ അകത്ത് ഗെറ്റ് ഔട്ടായി വണ്ടി. ജിതേട്ടനൊരു 2000 രൂപ ഗിഫ്റ്റ്. ഓക്കെ, അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചോ. നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും വണ്ടി എടുക്കണമെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്തിട്ട് അവർ ഇവിടുന്ന് വണ്ടി എടുത്ത് ഡെലിവറി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 2000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വീഴും അല്ലേ? അത്രേ ഉള്ളൂ. ആ ഒരു ഓപ്ഷൻ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ 2000 നിങ്ങളുടെ പോക്കറ്റ്. ഓണം ഗംഭീരാക്കാം. അതെ, ഓണം പൊളിക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. മാക്സിമം ലോൺ കിട്ടും. മാക്സിമം ലോൺ. ഓക്കെ, അതേ വണ്ടിക്ക് ഫുൾ ലോൺ ഫെസിലിറ്റിയും വരുന്നുണ്ട് അല്ലേ? ഫുൾ ലോൺ. ട്രാക്ക് കാര്യങ്ങൾക്ക് ഫുൾ ലോൺ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് നല്ലൊരു മൈലേജ് ലഭിക്കുന്ന ഒരു അടിപൊളി വാഹനമാണ്. അടുത്തത് സ്കോഡ റാപ്പിഡ് ആണ്. ഡീസൽ വാഹനമാണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് അല്ലേ? എങ്ങനെയാണ് കാര്യങ്ങൾ? 2018 മോഡലാണ് വരുന്നത്. 18 ഏതാ ഓപ്ഷൻ വരുന്നത്? ഡീസൽ സ്റ്റൈലാണ്. ടോപ്പ് ആണ് 1.5 ഡീസൽ. ഒരു 18 റേഞ്ചൊക്കെ മൈലേജ് നല്ല എൻക്വയറി വരുന്ന വണ്ടിയാണ്. ഫുള്ള് സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, എന്താ പറയുക, ഡീസലാണ്. പവറും ഉണ്ടാവും, മൈലേജും ഉണ്ടാവും. അങ്ങനത്തെ ഒരു സെഗ്മെൻ്റാണ്. പിന്നെ ഏറ്റവും ടോപ്പുണ്ട്. വേറെ ഒന്നും ചെയ്യാനോ പിടിക്കാനോ ഒന്നുമില്ല. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല ടയർ ഭാഗങ്ങളുണ്ട് അല്ലേ? ഓക്കെ, എത്ര കൊടുക്കാം ഇത്? ഇതാകുമ്പോൾ നമുക്ക് 6.5
6,50,000 ചോദ്യമാണ്. ചോദ്യം 6,50,000 ഈ ഒരു 2018 സ്റ്റൈൽ 1.5 ഡീസൽ വാഹനം. DST ഗിയർ ബോക്സ് ആണ്, ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, DST ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം ഈ ഒരു വിലയ്ക്ക്. ലോൺ ഒരു 90% കിട്ടുമല്ലോ. 90% കിട്ടും. കാര്യങ്ങളൊക്കെ 90% ഓക്കെ, ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ലഭ്യമാണ് അല്ലേ? ഓക്കെ. ഫോർഡ് എക്കോ സ്പോർട്ട് ആണ് അടുത്ത വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ കുറച്ചു? ഇതാകുമ്പോൾ 2018 പിന്നെ ആംബിയൻ്റ് ആണ് വരുന്നത്. സിംഗിൾ ഓണർ, 55,000 കിലോമീറ്റർ പെട്രോൾ വാഹനം. 55,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണ്, വലിയ മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്താ പറയുക, അത്യാവശ്യം നമുക്കിപ്പം ഫോർഡിന്റെ വണ്ടികൾക്കാണ് കുറച്ചും കൂടി കൂടുതൽ എൻക്വയറി വരുന്നത്. ഫോർഡ് വണ്ടി നിർത്തിയതിനു ശേഷം എന്താ വെച്ചാൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കൊടുത്തൊരു 4 ഫോർഡിന്റെ വണ്ടിയാണ്. സ്റ്റൈൽ 3 ഒരു ഫിഗോ. നമ്മള് കഴിഞ്ഞ വർഷം കാണിച്ച ഫിഗോ ഓൾറെഡി ഇപ്പം, അതായത് വണ്ടികൾ നല്ലതായിരിക്കും, ഒരു മാർക്കറ്റ് വ്യത്യാസം ഉണ്ട്, അതുകൊണ്ട് അങ്ങ് കൊണ്ടുപോകും അല്ലേ ആളുകൾ. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം കാണിച്ച ഫിഗോ തന്നെ ഈ തിങ്കളാഴ്ച വരുന്നത്, തിങ്കളാഴ്ച ഡെലിവറി. ഇതിനാണ് മാർക്കറ്റിൽ വലിയൊരു വ്യത്യാസം വരാത്തത്, ഈ ഒരു സാധനത്തിന് മാത്രമാണ്. ബാക്കി എല്ലാത്തിനും ആ ഒരു വ്യത്യാസം ഉണ്ട് അല്ലേ, എല്ലാ വണ്ടിക്കും. ഓക്കെ, അപ്പോൾ ഇത് പെട്രോൾ ആയതുകൊണ്ട് തന്നെ വലിയ മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത്യാവശ്യം കംഫർട്ടാണ്. പിന്നെ എക്സ്യൂവി ടൈപ്പിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടി എക്കോ സ്പോർട്ടിനാണ് നമുക്ക് ഇതുള്ള. ഓക്കെ ഓക്കെ, ഇതിപ്പോൾ എങ്ങനെയാണ് ചോദ്യം? ഇത് നമുക്ക് 6,25,000 6,25,000 രൂപയ്ക്ക് 2018 ആംബിയൻറ്റ് 55,000 കിലോമീറ്റർ ഓടിയ എക്കോ സ്പോർട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ലോൺ ഒരു 90% കയറുമല്ലോ. നല്ല കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഓക്കെ. ഇതെല്ലാം നമ്മൾ സർട്ടിഫൈഡ് വാഹനങ്ങളാണ്, എല്ലാം സർട്ടിഫൈഡ് ആണ്. 200+ ചെക്ക് പോയിന്റ്സ് നമ്മൾ ചെക്ക് ചെയ്ത് വെച്ച വാഹനങ്ങളാണ് എല്ലാം അല്ലേ? ഓക്കെ. ഒരു ഓട്ടോമാറ്റിക് ടിയാഗോ ആണ് എടുത്തത്. KL 76 നന്മണ്ട രജിസ്ട്രേഷൻ ആണ്, അതായത് കോഴിക്കോട് ജില്ലയിൽ നന്മണ്ട അല്ലേ? ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? 2022 സിംഗിൾ ഓണറാണ് വരുന്നത്. ഓക്കെ, 15,000 കിലോമീറ്റർ ഓടിയത്. അതായത് 2 വർഷം കൊണ്ട് 15,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവില്ല? ഇല്ല, 25 വരെ ഉണ്ടാവും. 3 വർഷം. 3 വർഷം കമ്പനി വാറണ്ടി, അല്ലെങ്കിൽ നമ്മുടെ വാറണ്ടി. അതെ, ഓക്കെ. കമ്പനി വാറണ്ടി ഉണ്ട്, അതെടുക്കാം. അത്യാവശ്യം മൈലേജ് കിട്ടും. AMT ഗിയർ ബോക്സ് ആണ് വരിക. പറഞ്ഞില്ല 15-16 റേഞ്ച്. അതെ, 15-16 റേഞ്ചിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. 15-16 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ഓപ്ഷൻ ഏതായാലും എക്സെറ്റ് പ്ലസ് ഏറ്റവും ടോപ്പിന്റെ സോറി ഓക്കെ, ഓട്ടോമാറ്റിക് എക്സെറ്റ് പ്ലസ് ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. എങ്ങനെയാ ഇപ്പോൾ ചോദ്യം? ഇത് നമുക്കിപ്പോൾ 6 ചോദ്യം. 6,50,000 രൂപയ്ക്ക് 2022 ലോ കിലോമീറ്റർ വാഹനമാണ്. 15,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. 6,50,000 ഒരു ഓട്ടോമാറ്റിക് എക്സെറ്റ് പ്ലസ് ഏറ്റവും ടോപ്പിൻ്റെ ടിയാഗോ കൊണ്ടുപോകാം. ഓക്കെ, ലോൺ എത്ര കയറില്ലേ? നമുക്ക് ഏകദേശം 90-95 എന്തായാലും % കയറുമല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഹോണ്ട സിറ്റിയാണ് അടുത്ത വാഹനം. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? 2017 സെക്കൻഡ് ഓണറാണ് വരുന്നത്. എസ് വേരിയൻറ്റ്, മിഡിൽ ഓപ്ഷൻ. മാനുവൽ അല്ല, മാനുവൽ പെട്രോൾ. ഒരു 11-15 അകത്തായിട്ട് ഏകദേശം മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. മാനുവലാണ്, വേറെ പണികളൊന്നും ഉണ്ടാവില്ല. സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും അല്ലേ? അങ്ങനത്തെ ഒരു വാഹനമാണ്, പെട്രോൾ എഞ്ചിനാണ്. ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് പമ്പേഴ്സ് കാര്യങ്ങൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടച്ചപ്പ് മാത്രം അല്ലേ? ഓക്കെ ഓക്കെ. എത്ര ഇപ്പോൾ? ഇതിന് നമുക്ക് 6 ചോദ്യം. 6,50,000 2017 എസ് ഓപ്ഷൻ. അലോയ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ ബാക്കിയുള്ള ഒരുമാതിരി എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട് അല്ലേ, ടയർ ഭാഗങ്ങളുണ്ട്. ഓക്കെ, നീറ്റാണ്, നല്ല ഒരു സ്റ്റാൻഡേർഡ് കളറാണ്. നമുക്ക് 5.25 ലോൺ കയറുള്ളൂ ഇതിൽ. ഓക്കെ, വില നമുക്ക് നോക്കിയിട്ട് ചെയ്ത് തരാം. ഓക്കെ, അടുത്ത വാഹനം നമുക്കൊരു ചെറിയ ബഡ്ജറ്റിൽ, അതായത് ഒരു 1,00,000 അകത്തൊക്കെ നിങ്ങൾക്കൊരു കാറ് എന്ന് വെച്ചാൽ വെറും വൃത്തിയില്ലാത്തൊരു വണ്ടിയല്ല, അത്യാവശ്യം നല്ല വൃത്തിയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു കാറാണ് അടുത്തത്. ഷെവർലെ സ്പാർക്കാണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെയാണ് അർജുന കാര്യങ്ങൾ? 2012 മോഡൽ LT ആണ് ഓപ്ഷൻ. LT ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫോൾഡർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ടല്ലേ? ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ. ഓക്കെ, എല്ലാം വർക്കിംഗ് അല്ലേ? വർക്കിംഗ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. കിലോമീറ്റർ 74 സംതിങ്. ഓക്കെ, ഷെവർലെ സർവീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, പാർട്സോ കാര്യങ്ങളോ അങ്ങനത്തെ ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ചെറിയ കോമൺ ആയിട്ട് കുറെ ഇറങ്ങിയതാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഉണ്ട് നേരത്തെ ഉള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഓണത്തിന്റെ ടൈം ഇപ്പം ഫാമിലിയായിട്ട് ചെറിയൊരു കറക്കം കാര്യങ്ങളൊക്കെ. തീർച്ചയായും ഒരു സിറ്റി ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. സിംഗിൾ ഓണർഷിപ്പിലായതുകൊണ്ട് ഞാൻ നീറ്റ് വണ്ടിക്ക് ഉണ്ട്, എന്തായാലും അത്രയും നീറ്റായിട്ട് ആൾ കൊണ്ടുവരുന്നുണ്ട്. ഇന്ത്യനും കാര്യങ്ങൾക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ ക്വാളിറ്റിയിലാണ്, നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ എങ്ങനെ ചോദ്യം എങ്ങനെയാണ്? ഇതിന് ലാസ്റ്റ് നമുക്ക് 90 ലാസ്റ്റ് ചോദ്യമല്ല. ഓക്കെ, 90,000 രൂപയ്ക്ക് 2012 LT സ്പാർക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് അല്ല? എല്ലാ
ഓക്കെ, ലോൺ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. ലോൺ ഇട്ടാൽ നഷ്ടമാണ്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് ഒരു 7 സീറ്റർ SUV സെഗ്മെന്റ് വാഹനമാണ്. മഹീന്ദ്ര XUV 500 കേരള 58 കണ്ണൂർ തലശ്ശേരി രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇനിയിപ്പോ മഹേന്ദ്രയും കൂടി കാണിച്ചിട്ടില്ല എന്ന് വേണ്ട, മഹേന്ദ്രൻ കൂടി 2015 മോഡൽ. 15 മോഡിക്കുമ്പോൾ ജിതയായിട്ട് ചോദിക്കാൻ വരുന്നത് എനിക്കറിയാം. ഇതെന്താ ന്യൂ ഷേപ്പിലേക്ക് മാറ്റിയതാണ്. ഓക്കെ, കേരള വണ്ടിയാ? കേരള വണ്ടി, സിംഗിൾ ഓണർ, സർവീസ് പക്ക സർവീസിലെ വണ്ടിയാണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് W8 ആണ്. 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. W8 അല്ല? ഓക്കെ. അപ്പോൾ XUV മാനുവലാണ്. പിന്നെ മൈലേജ് ഒരു എന്തായാലും അറൗണ്ട് നമുക്ക് ഒരു 13-14 എന്തായാലും 12-13 ആ റേഞ്ച് മൈലേജും കിട്ടുന്നൊരു സീറ്ററിൽ കിട്ടാന്ന് പറയുന്നത് ഏറ്റവും വലിയ. ഓക്കെ, എങ്ങനെയാ എത്ര പ്രൈസ്? ഇത് നമുക്ക് 7,000 രൂപ, 7,50,000 രൂപയ്ക്ക് കേരള ഒറിജിനൽ കേരള 2015 W8 XUV 500 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ കമ്പനി റെക്കോർഡ് സർവീസ് കാര്യങ്ങളൊക്കെയുള്ള വാഹനമാണ്. ലോൺ ഒരു 6 കിട്ടുമോ? നമുക്ക് 2015 ആയതുകൊണ്ട് ഏകദേശം ഒരു 70-75 അത്രേ കിട്ടുള്ളൂ. ഓക്കെ, ട്രൈ ചെയ്യാം. ഇനി ട്രാക്ക് കാര്യങ്ങളൊക്കെ എത്ര മണിക്ക് നമ്മൾ ഓക്കെ, സർട്ടിഫൈഡ് വണ്ടിയാണ്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വാഹനം ഹോണ്ട സിറ്റി. ഇതും പെട്രോൾ ആണ്. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെ ഡീറ്റെയിൽ? 2015 മോഡൽ, ഓട്ടോമാറ്റിക് ആട്ടോ. ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണല്ലേ? ഓക്കെ, 90 സംതിങ് ഓടിയതേ ഉള്ളൂ. എത്ര? 90 സംതിങ് ഓടിയതേ. ഓക്കെ, 15. പിന്നെ കമ്മി ഹിസ്റ്ററിലെ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടല്ലേ? ഓക്കെ, ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതാ ഓപ്ഷൻ? ഇത് അലോയ് വീല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. SV ആണ് വരുന്നത്. SV ആണ് ഓപ്ഷൻ വരുന്നത് അല്ലേ? എസിന്റെ മുകളിൽ തൊട്ട് മുകളിൽ വരുന്ന ഓപ്ഷനാണ്. നല്ല അലോയ്, നല്ല ബ്ലാക്ക് അലോയ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളി ഓട്ടോമാറ്റിക് സെഡാൻ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. CVT ഗിയർ ബോക്സ് ആണ് വരുന്നത്. എത്ര കൊടുക്കാം? ഇതിന് നമുക്ക് 6,50,000 2015 ഓട്ടോമാറ്റിക് SV ഓപ്ഷൻ വരുന്ന ഹോണ്ട സിറ്റി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 75 കയറിയിരിക്കില്ല ലോണ്. ഓക്കെ, ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു ഡീസൽ കോമ്പാക്ട് SUV ആണ്. ഹുണ്ടാ വെന്യൂ ആണ്. KL 78 കണ്ണൂർ ഇരട്ടി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞു? 2019 സിംഗിൾ ഓണർ ആയിരുന്നു. ഓക്കെ, കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. മേജറായിട്ട് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. SX ആണ് ഓപ്ഷൻ. ഇതിന്റെ മേലെ SX ഓപ്ഷനിലുണ്ട്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവില്ല. മാനുവൽ 18 റേഞ്ച് ഒക്കെ മൈലേജ് 18-19 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ഒരു അടിപൊളി വാഹനമാണ്. എത്ര കൊടുക്കുക? ഇത് നമുക്ക് 8,50,000 2019. ചോദ്യമാണ്, ഫൈനൽ അല്ലല്ലോ? ചോദ്യമാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അത്രേ ഉള്ളൂ. ഒരു 7.5 ലോൺ വരുമല്ലോ എന്തായാലും. ഓക്കെ, മാക്സിമം ലോൺ കിട്ടുന്ന ഒരു ഡീസൽ വെന്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അത്രയുള്ള കാര്യങ്ങൾ നമ്മൾ തൽക്കാലം മൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാ വാഹനങ്ങൾക്കും ഓഫേഴ്സ് കാര്യങ്ങളുടെ പർച്ചേസിംഗിൽ ഓഫേഴ്സ് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പിന്നെ കാണിച്ച വാഹനം അല്ലാതെ നമ്മളെടുത്ത് വേറെ ഓപ്ഷൻസോ കാര്യങ്ങളോ ഉണ്ട്. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് വേറെ. ഓണം പ്രമാണിച്ച് നമ്മൾ പരമാവധി നമ്പർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏത് ഓപ്ഷൻ വേണമെങ്കിലും എൻ്റെ നമ്പർ അല്ലെങ്കിൽ എൻ്റെ കൊളീഗിൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കാറ്റലോഗിൽ ഉണ്ടാവും ബാക്കിയുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. ഓൾമോസ്റ്റ് ചെറിയ സെഗ്മെന്റ് തൊട്ടിട്ട് നമുക്ക് പ്രീമിയം പുഷാക്ക് കാര്യങ്ങളൊക്കെ ആയാലും നമ്മൾ ആ കാറ്റലോഗിൽ ഉണ്ടാവും. എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ എത്ര ആൾ ഈ ഓഫേഴ്സ് ഉണ്ട്? ഓണം കഴിയുന്നവരെ പരമാവധി നമുക്ക് എന്തായാലും എഷ്യൂർഡ് ഗിഫ്റ്റ് ഓണത്തിന്റെ ആ ഒരു ടൈം വരെ എഷ്യൂർഡ് ഗിഫ്റ്റ് കൊടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമുക്കൊരു ബാഗ് ഗിഫ്റ്റ് ആയിട്ട് ബാഗ് ഉണ്ട്. ഓക്കെ, അതിന് പുറമെ വേറെ സമ്മാനങ്ങൾ. ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽ നമുക്കൊരു കളർഫുൾ ആക്കാം. ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽ നിങ്ങൾക്ക് മുകളിൽ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അത്രയുള്ള കാര്യങ്ങൾ. ചാനൽ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അർജു, നന്ദി. എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.